നമ്മുടെ കൂടെ മീഡിയ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറിയായ ഫാദർ ജെയിംസ് പൊക്കവയലിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുഡ് ഈവനിംഗ് ഫാദർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇന്നലെ ജനജാഗ്രത സദസ്സിൽ ശക്തമായ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ സെക്രട്ടറി മാത്രമാണ്, മീഡിയയുടെ വേറെ. ഓക്കെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറിയാണ്. ഓക്കെ അച്ഛാ, ഇന്നലെ ജനജാഗ്രത സദസ്സിൽ തീർച്ചയായും ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ആൻഡ്രൂസ് പിതാവ് നൽകിയത്. എന്തെല്ലാമാണ് ക്രൈസ്തവർ നൽകുന്ന മുന്നറിയിപ്പുകൾ? നമ്മുടെ ഇന്നലത്തെ ജനജാഗ്രത സദസ്സിലും അതുപോലെ തന്നെ ഇന്നത്തെ ദീപികയുടെ സമീക്ഷ പേജിലും അഭിയന്തി ആൻഡ്രൂസ് പിതാവ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിതാവ് CBCയുടെ പ്രസിഡന്റ് മാത്രമല്ല, സിറവറ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ, അതായത് രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. ഞാൻ ആ സമിതിയുടെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്നു. പിതാവ് പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ സമൂഹം, കേരള ക്രൈസ്തവർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന അടിയന്തര വിഷയങ്ങളെ കുറിച്ച് പിതാവ് വളരെ ശക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരെ നേരിടുന്ന വിഷയങ്ങൾ, അവരുടെ പ്രതിസന്ധികളെ കുറിച്ചുള്ള പല ചർച്ചകൾ ധാരാളമായിട്ട് വന്നെങ്കിലും സർക്കാർ നയത്തില് തലത്തിലുള്ള ചർച്ചകളും സമീപനങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഇതുവരെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം, അതായത് ശമ്പളം അവരുടെ കൈകളിലേക്ക് എത്തുന്ന, അവരുടെ അപ്പോയിന്റ്മെന്റുകൾ റെഗുലറൈസ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കത്തുന്ന വിഷയം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 2020 പ്രഖ്യാപിച്ച കമ്മീഷനാണ്. 2023 കമ്മീഷൻ റിപ്പോർട്ട് മെയ് 17 സമർപ്പിച്ചതാണ്. ഇപ്പോൾ എത്രയോ വർഷമായി കമ്മീഷൻ, അല്ലെങ്കിൽ 2 വർഷം മേളിലായി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം ഇരിക്കുകയാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും തയ്യാറാകുന്നില്ല. നമ്മളത് പുറത്തുവിട്ടതിന് ശേഷം അതിലെ വിഷയങ്ങളെ പഠിച്ച് നടപ്പിലാക്കേണ്ടതിനെ കുറിച്ചുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായിട്ട് പുറത്തുവിടണമെന്നുള്ളത് ക്രൈസ്തവ സമൂഹം നാളുകളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഉന്നയിച്ചിട്ടുള്ള 2 വിഷയങ്ങൾ. അതുപോലെ തന്നെ മറ്റു പല മേഖലകളിൽ നമ്മൾ ഒത്തിരിയേറെ വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യത്തില്, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലൊക്കെയുള്ള വിവേചനങ്ങൾ ധാരാളമായിട്ട് ക്രൈസ്തവ സമൂഹം നേരിടുന്നുണ്ട്. ഈ സർക്കാർ ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ന്യൂനപക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി കൈവശം വെക്കണമെന്ന്. അത് സഭയുടെ അഭ്യർത്ഥന മാനിച്ച് സർക്കാർ അപ്രകാരം ചെയ്തിരുന്നതാണ്. പിന്നീട് അതിൽ നിന്നുള്ള വീഴ്ച വന്നു. അതിൻ്റെതായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളിലേക്ക്, പിന്നീട് വിവേചനങ്ങളിലേക്കൊക്കെ പിന്നീടും പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് തന്നെ ഇപ്രകാരമുള്ള ഒരു വിവേചനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിലെ 2 ന്യൂനപക്ഷ കമ്മീഷനുകളാണുള്ളത്. കമ്മീഷൻ ഫോർ മൈനോറിറ്റീസും കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ കമ്മീഷനിലും ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് നമ്മൾ ഈ 2-3 വർഷമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ്. അവിടെ എല്ലാ മൈനോറിറ്റീസിനും 6 മൈനോറിറ്റീസ് ആണുള്ളത്. 6 മൈനോറിറ്റീസിനും ഇത് വേണം, പ്രതിനിധികൾ ആ കമ്മീഷൻ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ഈ 2-3 വർഷങ്ങളിലായിട്ട് ഈ കമ്മീഷനുകളിൽ ക്രിസ്ത്യൻ പ്രതിനിധികൾ ഇല്ല എന്നുള്ളത്, അതുപോലെ തന്നെ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ്. ഈ വസ്തുക്കളൊക്കെയാണ് പിതാവ് അന്നത്തെ സമ്മേളനത്തെ പ്രത്യേകമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതും ഇന്നത്തെ ദീപികയിലൂടെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതും. പിതാവിന്റെ ഇന്നത്തെ ദീപികയിലെ ലേഖനം കൃത്യമായിട്ട് വീഡിയോകളൊക്കെ ആയി സമൂഹത്തിൽ കൂടുതലായിട്ട് പ്രചരിക്കപ്പെടേണ്ട ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലേഖനമാണ്. ഇതിനെ മാധ്യമങ്ങളെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും അച്ഛാ, അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയമാണ്. പിതാവ് വ്യക്തമായി ഒരു സൂചന നൽകിയിരുന്നു, ക്രൈസ്തവരെ സഹായിക്കുന്നത് ആരാണോ ഞങ്ങൾ തിരിച്ചും ആ സഹായങ്ങൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയുണ്ടായി, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ അടിമയോ അല്ലെങ്കിൽ ഫിക്സഡ് വോട്ട് ബാങ്കോ അങ്ങനെയായിട്ട് ക്രൈസ്തവ സമൂഹത്തെ കാണേണ്ടതില്ല. കാലങ്ങൾ മാറി വരുന്നു, ചിന്താഗതികൾ മാറി വരുന്നു. ഈ സമുദായത്തെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നിർബന്ധരാകുന്ന സാഹചര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത്. തീർച്ചയായും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പിതാവിൻ്റെ ഉദ്ബോധനങ്ങൾ
പല രീതിയിലായും ജനങ്ങളിലേക്ക് എക്സ്പെഷ്യലി ക്രൈസ്തവരിലേക്ക് എത്തിച്ചേരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം പലപ്പോഴും ക്രൈസ്തവർ വിചാരിച്ചിരിക്കുന്നത് ചില ആളുകൾ പറയുന്നവരുടെ വോട്ട് ബാങ്കായി, അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രം കേൾക്കുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് തങ്ങളെന്ന ഒരു ധാരണ കാലാകാലങ്ങളുടെ പരമ്പരാഗതമായിട്ടുണ്ട്. പക്ഷേ നമ്മളെ എത്രത്തോളം അവരെല്ലാം സഹായിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളത് മാത്രമായിരിക്കും മറുപടി. എന്തായാലും പിതാവിൻ്റെ വാക്കുകൾ അനേകം ജനങ്ങളിലേക്ക് എത്തുകയും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവരെല്ലാം മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. നമ്മളോട് സംസാരിച്ചത് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറിയായ ജെയിംസ് കൊക്കവേൽ അച്ഛനാണ്. അച്ഛാ, ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് വളരെയേറെ നന്ദി. ഓക്കെ അച്ഛാ, താങ്ക് യു.